നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ അടക്കം ഈ കണ്ടം കളിയിലാണെങ്കിലും ടർഫിൽ കളിക്കുന്നവർ പോലും ഗോളടിച്ചാൽ ആവേശത്തിൽ സ്യൂ ഇടും. ഈ സ്യൂ ഇടൽ CR7നോടുള്ള ആ ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കാനും പിന്നെ ഗോളടിക്കുമ്പോൾ ഞാനും CRനെ പോലെ ആയോ എന്നുള്ള തോന്നൽ ചില കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവാം. നമ്മൾ അനുകരിക്കുമല്ലോ നമ്മുടെ ഐഡോൾസിനെയും നമ്മുടെ സൂപ്പർ താരങ്ങളെയും ആരാധനാപാത്രങ്ങളെയും ഒക്കെ നമ്മൾ അനുകരിക്കുന്നത് സ്വാഭാവികം. പക്ഷേ ഈ സ്യൂ ഇടുമ്പോൾ ശ്രദ്ധിക്കണം. സ്യൂ ചിലപ്പോൾ പണി തരാം, പരിക്ക് പറ്റാവുന്നേ. CR7 ചെയ്യുന്നത് നോക്കണ്ട. ആന വാ പൊളിക്കുന്നത് കണ്ട് അണ്ണാൻ വാ പൊളിച്ചാൽ അത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ബ്രസീലിൽ നിന്നുള്ള വാർത്തയാണ്. അവിടെ കോപ്പ പൗലിസ്റ്റയിൽ മത്സരം, അതൊരു ക്ലാസിക് പോരാട്ടമായിരുന്നു. ഗ്രമിയോ ഡിപ്പോർട്ടിവോ പ്രൂഡൻറ്റും അത്ലറ്റിക്കോ മോണ്ടെ അസൂലും തമ്മിലാണ് മത്സരം. ഇത് സാവോപോളോയിൽ നടക്കുന്ന റീജിയണൽ ടൂർണമെൻറ്റാണ്. അതായത് നാഷണൽ ഫസ്റ്റ് ഡിവിഷനിൽ കളിക്കാത്ത ടീമുകൾ കളിക്കുന്ന ഒരു ടൂർണമെൻറ്റാണ് ഈ ഒരു ടൂർണമെൻറ്റ്, കോപ്പ പൗലിസ്റ്റ. അപ്പോൾ അതിലാണിത് സംഭവിച്ചിരിക്കുന്നത്. ഈ കളിയിൽ കെസ്ലി ഗോളടിച്ചെന്ന് പറഞ്ഞാൽ പെനാൽറ്റി വിൻ ചെയ്തിട്ട് പെനാൽറ്റിയിലൂടെ ഗോളടിച്ച് മത്സരം സമനിലയാക്കി. അങ്ങനെ ഗ്രമിയോ ഡിപ്പോർട്ടിവോ പ്രൂഡൻറ്റിൻ്റെ സ്ട്രൈക്കറായിട്ടുള്ള കെസ്ലി ഓടി ഉയർന്ന് ചാടി സ്യൂ ഇട്ടു. ആരാധകരുടെ നേരൊക്കെ ടേൺ ചെയ്ത് സ്യൂ ഇട്ടു. പക്ഷേ ആൾ ലാൻഡ് ചെയ്തപ്പോൾ പണിപാളി, കാൽമുട്ട് പണി കൊടുത്തു. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിങ്ങനെ ഉയർന്ന് ചാടി സ്യൂ ഇട്ട് വീണ്ടും ലാൻഡ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും, പണിപാളും. താരത്തിൻ്റെ കാൽമുട്ട് പ്രശ്നമായി, നിലത്ത് വീണു, കാൽമുട്ട് പൊത്തിപ്പിടിച്ചു. ഇങ്ങനെ വല്ലാത്ത വേദനയിൽ പുളയുന്നു. ഓടി വന്നു ഫിസിയോ, ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തു. പക്ഷേ സംഗതി ഒരൽപ്പം പിശകാണ്. ACL ഇഞ്ചുറി പറ്റിയിരിക്കുന്നു. കളി തീരാൻ 15 മിനിറ്റ് ബാക്കി നിൽക്കവേ താരത്തിന് പുറത്തേക്ക് പോവേണ്ടി വന്നു. കളി എന്തായാലും 1-1 സമനിലയിൽ അവസാനിച്ചു. അപ്പോൾ ഇവിടെ സംഭവിച്ചത് സെലിബ്രേഷൻ ഓവറായതാണ്. പെനാൽറ്റി ഗോളാക്കിയിട്ട് CR7 പോലെ സ്യൂ ഇടാൻ പോയി. സ്യൂ ഇട്ടപ്പോൾ പരിക്ക് പറ്റി. അത് എങ്ങനെ നോക്കണം? ഒരു ഓപ്പണൻറ്റും തൊട്ടരികിലില്ല, ഒരു ടാക്കിളില്ല, ഒന്നുമില്ല. വെറുതെ സെലിബ്രേഷൻ നടത്തിയിട്ട് പരിക്ക് വാങ്ങി നീണ്ടകാലം പുറത്തിരിക്കേണ്ട സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ റിസൾട്ടല്ല സോഷ്യൽ മീഡിയയിൽ വല്ലാത്ത രൂപത്തിൽ സർക്കുലേറ്റ് ചെയ്തതും അതുപോലെ തന്നെ വലിയ പ്രാധാന്യമൊക്കെ കിട്ടിയത് ഈ ഒരു പരിക്കിനാണ്. പലരും അത് മോക്കറി ആയിട്ട് അതിനെടുക്കുന്നുണ്ട്, കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. ചിലർ ഇത് ഒരല്പം ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഈ സെലിബ്രേഷൻ അനുകരിക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന തരത്തിലുള്ള മുന്നറിയിപ്പായിട്ടും കൊടുക്കുന്നുണ്ട്. നമ്മളെന്തായാലും ഈ വീഡിയോ ചെയ്യുന്നത് ഒരു മുന്നറിയിപ്പ് എന്ന രൂപത്തിലാണ്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ സ്യൂ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ സ്യൂ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ കാലിന് പണി കിട്ടും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.